അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പീസ് റേഡിയോ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പീസ് റേഡിയോ വഴികാട്ടിയിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് KM മുനീർ സാറാണ്. മുനീർ സാർ, സ്വാഗതം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പീസ് റേഡിയോ വഴികാട്ടി നമ്മൾ കരിയർ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു കരിയറുമായി ബന്ധപ്പെട്ട് ഈ ഒരു പുതിയ കാലത്ത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകാൻ തോന്നുന്നു. അപ്പം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു കാലത്ത് കരിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തുടങ്ങാം. ഓക്കെ, കരിയർ സാധാരണ മക്കൾ കണക്കാക്കാറുള്ളത് കരിയർ എന്ന് പറയുമ്പോൾ കുറേ കോഴ്സുകൾ സെലക്ട് ചെയ്യുക, കോഴ്സുകൾ കുറേ ഇങ്ങനെ ചെയ്തു പോവുക എന്ന രീതിയിലാണ് പലപ്പോഴും കാണുന്നത്. ഒരു കോഴ്സുകൾ എന്നതിലുപരി സത്യത്തിൽ കരിയർ എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതം കൊണ്ട് എന്താണ് ഈ കമ്മ്യൂണിറ്റിക്ക്, സൊസൈറ്റിക്ക്, ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് എന്ന് കൃത്യമായി അസസ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം അതിലേക്കുള്ളൊരു റിവേഴ്സ് പ്രോസസ്സായിട്ട് കരിയറിനെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സത്യത്തിൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അസസ്മെൻറ്റ് ടെസ്റ്റുകളോ ഇൻ്റലിജൻസ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റുകളോ ഒക്കെ നടത്തി അല്ലെങ്കിൽ സ്വയം ഒബ്സർവ് ചെയ്ത് തൻ്റെ സുഹൃത്തുക്കളിൽ നിന്നോ പാരൻസിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നൊക്കെയുള്ള ഒബ്സർവേഷൻ സ്വീകരിച്ച് അങ്ങനെ എന്താണ് തൻ്റേതായ ഒരു ഏരിയ എന്ന് കണ്ടെത്തിയിട്ട്, ആ ഏരിയ എന്ന് പറയുമ്പോൾ ശരിക്ക് ഒരു സാധാരണ നമ്മുടെ ആളെക്കുറിച്ച് പറയാണ്ടല്ലോ, ഒരു കാര്യത്തിന് അത് അവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിലൊരു ഒതൻറ്റിക്കായിട്ട് മറുപടി പറയാൻ പറ്റും, അതിൽ കൃത്യമായൊരു അഭിപ്രായം പറയാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് എന്നൊക്കെ. അങ്ങനെ ഓരോരുത്തരുടെയും സ്പെസിഫിക് ഏരിയ കണ്ടെത്തിയതിന് ശേഷം അതിൽ എക്സൽ ചെയ്യാൻ വേണ്ട പ്രോസസ്സ് എന്താണോ, അവിടേക്ക് എത്താൻ വേണ്ട പ്രോസസ്സ് എന്താണോ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സായിരിക്കണം സത്യത്തിൽ കരിയർ എന്നത്. ഓക്കെ, കരിയർ എന്നുള്ളത് വളരെ സിമ്പിളായിക്കൊണ്ട് അതിൻ്റെ ഒരു വിശദീകരണമാണ് സാറ് നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കരിയറിലേക്ക് വരുമ്പം അല്ലെങ്കിൽ പുതിയൊരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു, ഓൾറെഡി അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു മാറ്റം ശരിക്കും ഒരു കരിയർ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എഡ്യൂക്കേഷൻ പോളിസിക്ക് അപ്പുറത്തേക്ക് നമ്മൾ AI കുറിച്ചിട്ട് സംസാരിക്കുന്നു, IoT, ഇങ്ങനത്തെ കരിയറിനെ എന്താണ് ആ തരത്തിൽ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു NEP ഒക്കെ വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത്തരം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? NEP വരുന്നതോടുകൂടി വളരെ പ്രധാനമായ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ സംഭവിക്കുന്നുണ്ട്. അതിൽ സാധാരണ ഉദ്യോഗാർത്ഥികൾ, കുട്ടികൾ, സ്റ്റുഡൻസും പാരൻസും കൂടുതലായിട്ട് അന്വേഷിക്കാറുള്ള ഒരു കാര്യമാണ് ഡിഗ്രിയിൽ, ഗ്രാജുവേഷനിൽ വരുന്ന മാറ്റം. നമ്മളൊക്കെ കൺവെൻഷനലി പഠിച്ചു വന്നത് 3 വർഷത്തെ ഡിഗ്രിയാണ്. ഞാനും പഠിച്ചതാണ്, സാറും പഠിച്ചതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി 4 വർഷത്തെ ഡിഗ്രിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മൾ ഓണേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ അത് ആൾറെഡി വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ളത് തന്നെയാണ്. നമ്മുടെ രാഷ്ട്രത്തിലേക്കും ഏതാനും വർഷങ്ങളായിട്ട് നമ്മളിത് സ്വീകരിച്ചു വന്നിട്ടുണ്ട്. കേരളത്തിലും ഇപ്പോൾ 4 വർഷത്തെ ഡിഗ്രിയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ 4 വർഷത്തെ ഡിഗ്രി എന്ന് പറയുമ്പോൾ 3 വർഷം ഡിഗ്രി പൂർത്തിയാക്കിയതിന് ശേഷം വേണമെങ്കിൽ അത് നിർത്തിയിട്ട് പോരാവുന്നതാണ്, എക്സിറ്റ് ചെയ്ത് പോരാ. എക്സിറ്റ് ചെയ്യുക മീൻസ് ഡിഗ്രി സർട്ടിഫിക്കറ്റോട് കൂടി പോരാവുന്നതാണ്. 4 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ഓണേഴ്സ് കൂടി, BSc ഓണേഴ്സ് അല്ലെങ്കിൽ BA ഓണേഴ്സ്, BCom ഓണേഴ്സ് കൂടി അവൈലബിൾ ആണെന്നുള്ളതാണ്. മാത്രവുമല്ല അതിനുശേഷം പിന്നെ PG ചെയ്യുകയാണെങ്കിൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ, നമ്മൾ MSc MA MCom എന്നൊക്കെ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയാണെങ്കിൽ 1 വർഷത്തെ സമയം മതി. ഇതിനു മുമ്പ് തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് PGകൾ +2 കഴിഞ്ഞിട്ട് BSc + MSc ഒരുമിച്ച് ചെയ്യാവുന്ന ഇൻ്റഗ്രേറ്റഡ് PGകൾ നമുക്ക് നിലവിലുണ്ട്, 5 വർഷം ഒരുമിച്ച് ചെയ്യാവുന്നത്. മാത്രവുമല്ല ഇപ്പോൾ NEPയുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപ്ഡേറ്റ് വന്നത് പിന്നെ 4 വർഷം കൊണ്ട് ITEF അല്ലേ, ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ITEP എന്ന പേരിൽ പുതിയൊരു പ്രോഗ്രാം കൂടി വന്നു. അത് പിന്നെ ടീച്ചറാവാൻ താല്പര്യമുള്ള, അഭിരുചിയുള്ള മക്കൾക്ക് 4 വർഷം കൊണ്ട് ഡിഗ്രി + B.Ed ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, NCET, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഒരു 2-3 വർഷങ്ങളായിട്ടുള്ളൂ ഈ സാധനം നിലവിൽ വന്നിട്ട്. നമ്മളെ മക്കൾക്കൊക്കെ CUET പരിചയമുണ്ട്, പക്ഷെ പലർക്കും NCET പരിചയമില്ല. ടീച്ചർ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് നമ്മുടെ NEP വരുന്നതോടുകൂടി 2030 ആകുമ്പോൾ ഈ ഒരു സ്ട്രീമിൽ B.Ed കഴിഞ്ഞവർക്കാണ് അവിടെ പിന്നീട് അവസരം ഉണ്ടാവുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കാതലായ ഒരു മാറ്റം വന്നതും ആളുകൾ കൂടുതലായിട്ട് ആശങ്കപ്പെടുന്നൊരു സാധനം ഗ്രാജുവേഷൻ തന്നെയാണ്.
ഓക്കെ, ഈ ഒരു കോളേജ് തലത്തിലും ഡിഗ്രി PG തലത്തിലൊക്കെ ഉള്ള ഇത്തരം മാറ്റങ്ങൾക്കപ്പുറത്തേക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിലും NEP വലിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. കുട്ടികളൊരു 3 വയസ്സ് മുതൽ തുടങ്ങി പിന്നെ +2 വരെയുള്ള 4 പീരിയഡായിട്ട് സെക്കൻഡറി സ്റ്റേജും പ്രിപ്പറേറ്ററി സ്റ്റേജൊക്കെ ആയിട്ട്. അപ്പം സ്കൂൾ തലത്തിൽ ഈ ഒരു NEP വരുത്തുന്ന വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സ്കൂൾ തലത്തിൽ പ്രധാനമായിട്ടും ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ 4 ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട് 3 വയസ്സോട് കൂടി തീരുന്നുകൊണ്ട്. അത് കൃത്യമായിട്ട് കണ്ടൻറ്റുകളും സബ്ജക്റ്റ് കൃത്യമായിട്ട് കുട്ടികളിൽ എത്തുന്ന രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഹയർ എഡ്യൂക്കേഷനും ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ വലിയ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു തൊഴിലില്ലായ്മ, അൺഎംപ്ലോയബിലിറ്റി കാര്യങ്ങളൊക്കെ. അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല ആളുകളും പരാതി പറയാറാണ്, ഒരുപാട് ഡിഗ്രി ഉണ്ട്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ജോലി കിട്ടുന്നില്ല, ജോലിക്ക് അവസരം കിട്ടുന്നില്ല, എല്ലായിടത്തും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് പരിഗണന ലഭിക്കുന്നത്. അപ്പം ഒരു ഡിഗ്രി പഠനം അല്ലെങ്കിൽ PG പഠന സമയത്ത് അത്തരം പഠന സമയങ്ങളിലൊക്കെ ഒരാൾക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യാൻ കഴിയുക? ഓക്കെ, വളരെ പ്രധാനമാണ്. സാധാരണ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു 3-4 വർഷം ക്യാമ്പസിൽ പോവുക, ക്യാമ്പസ് ഒന്ന് വൈബാക്കുക, അതിലപ്പുറം ഒരു കാര്യം പലപ്പോഴും പല മക്കളിലും ഉണ്ടാവാറില്ല, എല്ലാവരിൽ നിന്നല്ല ചിലരെങ്കിലും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നാമത്തത് സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ച് ഒരു ലേണിംഗ് ഓർബിറ്റിലേക്ക് വരിക എന്നൊരു സ്വഭാവം ഇപ്പോൾ വല്ലാതെ കാണാറില്ല. അപ്പോൾ ഒരെണ്ണം നമ്മൾ അത് തന്നെ കുട്ടികൾ കാര്യമായിട്ട് എടുക്കേണ്ട സംഗതി. മറ്റൊന്ന് കുറേ ആഡ് ഓൺ കോഴ്സുകളുണ്ട്, സ്കിൽ കോഴ്സുകളുണ്ട്, ഇതിലേക്ക് എത്തുക എന്നുള്ളതാണ്. പലപ്പോഴും ഇപ്പോൾ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ജൂൺ 30 ട്രാപ്പിദ് ബെൻസ അല്ലേ, അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ആയിരുന്നല്ലോ, അതായത് AI നിന്ന് മെറ്റയിലേക്ക് പോയ അല്ലേ, ഓപ്പൺ AI നിന്ന് മെറ്റയിലേക്ക് പോയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാലറി 800 കോടിയാണെന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്താ പ്രാധാന്യമൊക്കെ നേടി. പക്ഷേ നമുക്കൊരു ഒരു കേസായിട്ട് എടുത്ത് പഠിക്കേണ്ട കേസാണത്. ആ കുട്ടിയെ സംബന്ധിച്ചപ്പോൾ 35 വയസ്സേ ഉള്ളൂ. പക്ഷേ ആ കുട്ടി പഠിച്ചു വന്ന കാര്യങ്ങളൊന്ന് നോക്കണം. ആ കുട്ടി എനിക്ക് തോന്നുന്നു 2007 എങ്ങാണ്ടാന്ന് JEE എക്സാമിനേഷൻ എഴുതിയിട്ട് 2007, 2012 IIT നിന്ന് ഇൻ്റഗ്രേറ്റഡ് MSc മാത്സ് പ്ലസ് സ്റ്റാറ്റിയാണ് കഴിഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ചെല്ലുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ IISER ബാംഗ്ലൂരിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനാണ്. ഐ തിങ്ക് ഒരു 3 വർഷം കണ്ട് ഇൻറ്റേൺഷിപ്പിലാണ് സമയം പൂർണ്ണമായിട്ടും ചിലവാക്കിയത്. അത് കഴിഞ്ഞതിന് ശേഷം MITയിൽ പോയിട്ട് അവിടുന്ന് കമ്പ്യൂട്ടർ സയൻസിലെ PGയും PhDയും ചെയ്തു. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യണമെന്ന് എന്താണെന്ന് വെച്ചാൽ നേരെ വീണ്ടും ഇൻറ്റേൺഷിപ്പിലേക്ക് പോവുകയാണ്. ഫേസ്ബുക്കിൻ്റെയും ഗൂഗിളിൻ്റെയും ഒക്കെ അതേപോലെ മൈക്രോസോഫ്റ്റിലൊക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു വലിയൊരു പഠന കാലഘട്ടത്തിൽ തന്നെ ഒത്തിരി ഇതേപോലുള്ള ഇൻറ്റേൺഷിപ്പുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ വലിയൊരു സാലറിയിലേക്ക് എത്തിയത്. നമ്മൾ ആ ഒരു സാലറി 800 crore എന്നുള്ള ഡിജിറ്റ് മാത്രം കണ്ട് നടക്കുകയാണ് പലപ്പോഴും. അപ്പോൾ ഇങ്ങനെ ബാക്കിലുള്ള ഈ ഒരു സംഗതി ഇതിലേക്ക് നമ്മളെ മക്കൾ പലപ്പോഴും എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നമ്മൾ പഠിക്കുന്ന സമയം തന്നെ ഇത്തരത്തിലുള്ള ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ റിസർച്ച് പ്രൊജക്റ്റിൻ്റെ ഒക്കെ ഭാഗമായിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ അത് വലിയൊരു ബെനഫിറ്റായിട്ട് മാറും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ഈവൻ IT കമ്പനികളിൽ വരെ തൊഴിലില്ലാതാകുന്നു. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഇത്ര ആളുകളെ പിരിച്ചുവിടുന്നു, ഫേസ്ബുക്കിൽ നിന്ന് ഒരുപാട് ആളുകൾ ജോലി നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസേൺസ് നമ്മൾ വാർത്തകൾ നിരന്തരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയ കാലത്ത് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളും രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓക്കെ, അത് വളരെ വളരെ കറക്റ്റാണ്. ഈ അടുത്ത് നമ്മൾ കഴിഞ്ഞ ഐ തിങ്ക് ഒരു 1 or 2 months മുമ്പ് നമ്മൾ വായിച്ചതാണ് ട്രിവാൻഡ്രം ഇൻഫോസിസ് അടച്ചുപൂട്ടിയെന്ന്. ഇപ്പോൾ TCS ആണെങ്കിലും ഇൻഫോസിസ് ആണെങ്കിലും വിപ്രോ, HCL ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഇഷ്യൂ വല്ലാതെ അനുഭവിക്കുകയാണ്. ഞാനിപ്പോൾ അടുത്ത സമയത്ത് വായിച്ചത് 64,000 സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനാണ് ഇന്ത്യയിൽ ജോലി നഷ്ടമായത് 2024-25 എത്തിയപ്പോൾ. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ GDPയുടെ 10% ശരിക്ക് ഈ IT ഫീൽഡിൽ നിന്നാണ്. മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ ടോട്ടൽ എക്സ്പോർട്ട് നോക്കുമ്പോൾ അതിൽ നമ്മുടെ IT ഫീൽഡിലെ സർവീസ് സെക്ടർ വരുന്നത് അറൗണ്ട് 40-47%. ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ 40-47%. അപ്പോൾ ഇത്രയും വലിയ ഒരു ഫീൽഡാണ് നമ്മളിപ്പോൾ കണ്ട വല്ലാതെ ഇടിഞ്ഞു പോയി എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അത് ഈ AIയുടെയും ഓട്ടോമേഷൻ്റെയും അതേപോലെ തന്നെ എക്കണോമിക് സ്ലോ ഡൗണിൻ്റെയും ഒക്കെ ഭാഗമായിട്ട്
വന്നതാണ്. അപ്പോൾ ഇതിൽ കുട്ടികളായിട്ട് പഠിക്കുന്നവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഏത് ഏരിയയിലേക്കും സ്വിച്ച് ചെയ്യാനും ഡിഫറെൻറ്റ് സ്കില്ലും നേടാനുള്ള രീതിയിലേക്ക് മാറുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന സമയം തന്നെ സ്കില്ല് അക്വയർ ചെയ്യുക എന്നുള്ള, പ്രത്യേകിച്ച് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക്. അപ്പം ഈ ഒരു AI വരുന്നതോട് കൂടിയിട്ട് തൊഴിലില്ലാതാകുന്നു എന്നൊക്കെ പറയുമ്പം ഏതൊക്കെ രീതിയിലുള്ള തൊഴിലുകളെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുക? AI വരുമ്പോൾ തൊഴിലില്ലാതാവുക എന്നല്ലല്ലോ ശരിക്കുണ്ടാവും അല്ലേ? Yes, yes. ഓക്കെ, അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അത് വേറെ രീതിയിലേക്ക് സ്വിച്ച് ചെയ്യപ്പെടുന്നുള്ളതാണ്. ഇപ്പോൾ ആൾറെഡി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അവർ ആ സോഫ്റ്റ്വെയർ ഏരിയ കോഡിങ് കാര്യങ്ങളും AI വന്നതോടുകൂടി നഷ്ടപ്പെട്ടു എങ്കിൽ അവർ വേറെ ഏരിയയിലേക്ക് സ്വിച്ച് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ആ സ്കില്ല് ഉപയോഗിച്ച് ചെയ്യാവുന്ന വേറെ ഏരിയയിലേക്ക് പോകണം. ഇപ്പോൾ അതുപോലെ തന്നെ പലപ്പോഴും പിന്നെ MBBS മെഡിസിൻ ഏരിയയിലേക്ക് പോകുന്ന പലപ്പോഴും മക്കളൊക്കെ ചോദിക്കാറുള്ള സാധനമാണ്, ഇപ്പോൾ ഇതൊക്കെ വരുന്നതോടുകൂടി ഡോക്ടേഴ്സിൻ്റെ ഇപ്പോഴത്തെ സ്റ്റൈല് മാറില്ലേ, ജോലി പോവില്ല എന്നൊക്കെ. സത്യത്തിൽ അവരിപ്പോൾ ചെയ്യുന്ന ആ ഒരു ജോലിയുടെ സ്റ്റൈല് മാറും എന്നേ ഉള്ളൂ, അല്ലാതെ ആ ജോലി അല്ലെങ്കിൽ ആ ഒരു കോഴ്സിന് പ്രാധാന്യം ഇല്ല എന്നല്ല. ഒരു പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു ഡോക്ടർ ഇങ്ങനെ റൂമിനകത്തിരുന്ന് സ്റ്റെതസ്കോപ്പ് വെച്ച് രോഗികളെല്ലാം റൂമിന് പുറത്ത് ഇങ്ങനെ തടിച്ചുകൂടി അവരിങ്ങനെ ഒരു ദൈവത്തിൻ്റെ മുമ്പിലേക്കൊക്കെ പോകുന്ന പോലെ ഭവ്യതയോടു കൂടി ഡോക്ടറെ മുമ്പ് പോയിരുന്ന് അങ്ങനെ ഒരു സിസ്റ്റം ആവണമെന്നില്ല എന്ന് മാത്രം. ഓക്കെ, അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന മേഖലയിൽ എങ്ങനെയാണ് AI ഇൻഫ്ലുവൻസ് ചെയ്യുക, അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം സ്കില്ലും കൂടി അക്വയർ ചെയ്തിട്ടുള്ള ഒരു AI അറിയുന്ന ഡോക്ടർ ആവുക, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു, കമ്പ്യൂട്ടറൊക്കെ വന്ന സമയത്തുള്ള മാറ്റങ്ങൾ. അന്നും ഇതുപോലെ ഒരുപാട് ആളുകൾ ജോലി പോകുമെന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകൾ. പക്ഷേ നമ്മൾ അതിനെയും അതിജീവിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ ഒരു ഓട്ടോമേഷൻ്റെ ഭാഗമായിട്ടുള്ള തൊഴിലിടങ്ങളിലേക്കും മറ്റൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ പ്രത്യേകിച്ച് ഒരു നേരത്തെ ആദ്യത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കരിയറിനപ്പുറം പഠിക്കുന്ന കോളേജുകളിലും മറ്റൊക്കെ ഒരു വൈബ് തേടി പോകുന്നൊരവസ്ഥ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോളേജിലെത്തുന്ന സമയത്ത് പഠനവുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ പലപ്പോഴും പുറത്തേക്ക് നോക്കാറാണല്ലോ പതിവ്. കരിയർ ചൂസ് ചെയ്യാൻ പോലും എന്താണ് കൂടുതൽ സാധ്യത, ഈ ലോകത്ത് എന്താണുള്ളത് എന്നന്വേഷിക്കുകയാണല്ലോ. അതിലപ്പുറം സത്യത്തിൽ അകത്തേക്ക് നോക്കുന്ന, ഉള്ളിലേക്ക് നോക്കുന്ന, തന്നിൽ എന്താണുള്ളത് എന്ന് നോക്കിയിട്ട് അതിൽ വർക്കൗട്ട് ചെയ്താൽ മതി. പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുള്ളതാണ്, ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള കോഴ്സ് ഏതാണ്, സ്കോപ്പ് ഇല്ലാത്ത കോഴ്സാണ് ഏതാണ് എന്ന്. സത്യത്തിൽ സ്കോപ്പ് നിർണ്ണയിക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ. നമ്മുടെ സ്പെസിഫിക്, നമ്മളെ പടച്ചോൻ സൃഷ്ടിച്ചത് നമ്മളേതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ഏരിയ ഏതാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. ഇതിൽ ശരിക്ക് ഒരു കൃത്യമായ അവയർനെസ്സിൻ്റെ ആവശ്യമാണുള്ളത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കഥ, നമ്മുടെ EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. ഈ ST കോളനിയിൽ കാട്ടിൽ ഒരു പുഴ കടക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ST ആളുകൾ പുഴ നീന്തി കടക്കാറാണല്ലോ പതിവ്. അപ്പോൾ അതിനൊരു പാലം നിർമ്മിക്കാൻ വേണ്ടി അന്ന് മിനിസ്റ്റർ തീരുമാനിച്ചു. അങ്ങനെ പാലം നിർമ്മിച്ചു. പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് ചീഫ് മിനിസ്റ്ററൊക്കെ വരുന്ന ദിവസമാണ്. അങ്ങനെ അന്ന് എല്ലാം തയ്യാറായി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു പത്രക്കാരൻ അവിടുത്തെ ഒരു മൂപ്പനോട് ചോദിച്ചു, വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്, മൂപ്പനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പാലം വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന്. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, മുമ്പ് നമ്മൾ നീന്തി കടക്കണമെങ്കിൽ വെയിൽ കൊണ്ട് നീന്തണമായിരുന്നു, ഇപ്പോൾ വെയിൽ കൊള്ളാതെ പാലത്തിൻ്റെ അടിയിൽ കൂടി നീന്താന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു സംഗതി ഉണ്ട്, പാലെന്ന് പറഞ്ഞതുണ്ട്. പക്ഷെ അതെന്താണ്, എന്തിനാണ്, എങ്ങനെയാണ്, ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായൊരു ധാരണ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്ക് കരിയറിലും ഇന്ന് കരിയറിനെക്കുറിച്ച് ഒരുപാട് അവയർനെസ് അവൈലബിൾ ആണ്, ആവശ്യമാണ് താനും. പണ്ട് കാലത്തൊക്കെ കുറച്ച് കോഴ്സുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ +2 കഴിഞ്ഞ സമയത്ത് നമുക്ക് പോകാൻ കുറച്ച് വഴികളുണ്ടായിരുന്നുള്ളൂ. അതേസമയം ഇപ്പോൾ ഒത്തിരി വഴികളുണ്ട്. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് അതിനനുസരിച്ച് അവൈലബിൾ ആണ്. പക്ഷേ അവൈലബിൾ ആണെങ്കിലും ഇതെന്താണ്, എന്തിനാണ്, ഇതിൻ്റെ ബേസിക്സ് എന്താണ് എന്നൊരു ധാരണയാണ് കാര്യമായിട്ട് ഉണ്ടാവേണ്ടത്. അതുണ്ടാകുമ്പോൾ അതനുസരിച്ച് ഫ്യൂച്ചറിലേക്ക് വേണ്ട സ്കില്ലുകൾ എന്താണോ ആ സ്കില്ലുകളെല്ലാം ക്യാമ്പസിൽ നിന്ന് ഉണ്ടാക്കുക, ഡെവലപ്പ് ചെയ്യുക എന്നൊരു പ്രോസസ്സ് കൂടി അവിടെ നടക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ക്യാമ്പസിലെ ഒരു പഠനകാലം ഇത്തരം എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൂടെ തന്നെ
പഠനത്തിലും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാറ് സൂചിപ്പിച്ചു പോയത്. ഇന്ന് നമ്മൾ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് നേരിടുന്ന, ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയാകുന്ന ഒന്നാണ് ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ളത്. വിദേശത്തേക്ക് ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു, പഠനാവശ്യാർത്ഥം മറ്റൊക്കെ ആയിട്ട് ഒരുപാട് ലോണൊക്കെ എടുത്തിട്ടാണ് പല വിദ്യാർത്ഥികളും പോകുന്നത്. ഈ ഒരു പ്രവണതയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് കുറവും പിന്നെ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കുറവും ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ ഒരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളെ നാട്ടിൽ കുട്ടികൾ പോയി എത്താറുള്ളത് അത്ര നല്ല യൂണിവേഴ്സിറ്റികളിലോ സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റികളിലോ ഒന്നും അല്ല. പലപ്പോഴും ഇങ്ങനെ പോകുന്ന കുട്ടികൾക്ക് QS റാങ്കിങ് എന്താണെന്ന് വരെ അറിയാത്ത മക്കളുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ കൺസൾട്ടൻസികളുണ്ട് ഒത്തിരി നമ്മളെ നാട്ടിൽ. ഒരു പക്ഷേ ടൗണുകളിലൊക്കെ ഒരു ബിൽഡിംഗ് പോയാൽ തന്നെ 4, 5, 10 കൺസൾട്ടൻസികളാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന സ്ഥാപനങ്ങൾ എവിടെയാണോ അവിടേക്ക് കൊണ്ടുപോകുന്നൊരു പ്രവണതയാണ്. പക്ഷേ അതിലപ്പുറം ഒരുപാട് ഫെലോഷിപ്പുകളും സ്കോളർഷിപ്പുകളും അവൈലബിളാണ്. ₹1 പോലും ചിലവില്ലാതെ ചെയ്യാവുന്ന പ്രീമിയർ QS റാങ്കിങ്ങിൽ ആദ്യത്തെ 500-ലും ആദ്യത്തെ 200-ലൊക്കെ വരുന്ന ഒത്തിരി യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ ഉള്ളുന്നുണ്ട്. അതിലേക്ക് നോക്കി പോകുക എന്നതാണ് നമ്മളെ മക്കൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു വർക്ക്. പക്ഷേ ഇതിൽ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് കുട്ടികൾ അധികവും അവിടെ സെറ്റിൽ ചെയ്യുക എന്ന രീതിയിലാണ് അധിക പേരും പോകുന്നത്. പക്ഷേ മറ്റു പല സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും ഇത്തരത്തിൽ അവിടെ പോയതിന് ശേഷം തിരിച്ചു വരവ് നിർബന്ധമാണ് എന്ന രീതിയിലുള്ള കുറച്ച് ഫെലോഷിപ്പുകളും സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഇത്തരം സംഗതികളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു എക്സാം ആയിരുന്നു NCET എന്നുള്ളത്. നിലവിൽ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ B.Ed അല്ലെങ്കിൽ TTC പോലുള്ള DLED കോഴ്സുകളൊക്കെയാണ് യോഗ്യതയായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് ഇത്തരം ജോലികളിലേക്ക് പ്രവേശിക്കുന്നത്. അതിനപ്പുറത്തേക്ക് NCET എന്നുള്ള പുതിയൊരു പരീക്ഷ വരുന്നു, ITEP എന്നുള്ള രീതിയിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം വരുന്നു. അതിൽ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? NCET നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റാണ്. CUET ഉണ്ടല്ലോ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അത് നിലവിൽ വന്നതിന് ശേഷം പുതുതായിട്ട് വന്നതാണ് NCET. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 വർഷത്തെ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതിലേക്ക് വേണ്ടിയിട്ടാണ് NCET-യിലൂടെ സെലക്ഷൻ നടക്കുന്നത്. NCET പരീക്ഷ അതിലിപ്പോൾ തുടങ്ങിയിട്ട് കുറഞ്ഞ വർഷങ്ങളായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ കോമ്പറ്റീഷൻ ആയി വരുന്നേ ഉള്ളൂ. നല്ലൊരു ഓപ്ഷനാണ്. IIT-കളിലും IIM-ലും NIT-കളിലും ഒക്കെ പഠിക്കാനുള്ള അവസരമാണ്. ഡിഗ്രി പ്ലസ് B.Ed ആയിട്ട് നമ്മുടെ കാലിക്കറ്റ് NIT-യിലുണ്ട്. കാലിക്കറ്റ് NIT-യിൽ മാത്തമാറ്റിക്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. നമ്പർ ഓഫ് സീറ്റ്സ് കുറവാണ്, എങ്കിലും മേജർ സബ്ജക്റ്റുകൾ ഇത് വരുന്ന കോഴ്സുകൾ അവിടെ അവൈലബിൾ ആണ്. NCET പരീക്ഷ സംബന്ധിച്ചിടത്തോളം അത് CUET പോലെ തന്നെയാണ്. അതിലെ പിന്നെ ക്വസ്റ്റ്യൻ പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്നത്. അഡീഷണലായിട്ട് വരുന്നത് പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മാത്രമാണ്. CUET-യിലുള്ള ജനറൽ ടെസ്റ്റ് ഇതിനകത്തുണ്ട്, ലാംഗ്വേജ് ഇതിനകത്തുണ്ട്, പിന്നെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ഇതിനകത്തുണ്ട്. 26 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകളുണ്ട്. അതിൽ നിന്ന് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാണ് വേണ്ടത്. പീസ് റേഡിയോ വഴികാട്ടിയുടെ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കരിയറുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.